Okay, so in last class we were discussed about the properties of set transform, okay, and the related numericals. Okay, അപ്പോൾ അതിൽ നമ്മളൊരു ന്യൂമറിക്കൽ ഹാഫ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ പോകുന്നതിന് മുന്നേ ഈ ഒരു സെറ്റ് ട്രാൻസ്ഫോം ഓഫ് കോമൺ സീരീസ് ഈ ടേബിൾ നിങ്ങൾ അന്ന് എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നോ? ഇത് ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സീരീസിന്റെ സെറ്റ് ട്രാൻസ്ഫോം ആണ്. ഓക്കെ, നമ്മൾ ഇതുപോലെ ലാപ്ലാസ് ട്രാൻസ്ഫോമിലും ടേബിൾ വെച്ച് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് നമുക്ക് സം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സീരീസ് അല്ലെങ്കിൽ കുറച്ച് സീരീസിന്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ട്രാൻസ്ഫോം ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ബട്ട് നമ്മൾ ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്റ്റെപ്പിലൊക്കെ ഇതിന്റെ സെറ്റ് ട്രാൻസ്ഫോം എഴുതേണ്ട വരും. അപ്പോൾ അവിടെ നമ്മൾ സെപ്പറേറ്റ് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പോകണ്ട. ഓക്കെ, ഈ ഒരു 6 ഇക്വേഷൻസ് 6 കോമൺ സീരീസിന്റെ സെറ്റ് ട്രാൻസ്ഫോം ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് അതവിടെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡോ ഓഫ് എനിയുടെ സെറ്റ് ട്രാൻസ്ഫോം എന്താണ്? ഇറ്റ് ഈസ് 1. ROC എന്താണ്? എൻ്റെ സെറ്റ് പ്ലെയിൻ എക്സെപ്റ്റ് 0 ആൻഡ് ഇൻഫിനിറ്റി. യു ഓഫ് എന്നിന്റെ എന്താണ്? നമ്മൾ ഇക്വേഷൻ ചെയ്ത് കിട്ടുന്നത് നമുക്ക് 1/1 മൈനസ് സെറ്റ് ഇൻവേഴ്സ് ആണ്. നമുക്ക് അതിന് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വി ക്യാൻ റൈറ്റ് ഇൻ ദിസ് ഫോം സെറ്റ് ബൈ സെറ്റ് മൈനസ് 1. ഈ ഫോമിലാണ് അധികവും നമ്മൾ ഫൈനൽ ആൻസർ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. ദെൻ എ റൈസ്ഡ് 1 യു ഓഫ് എന്നിന്റെ എന്താണ്? സെറ്റ് ബൈ സെറ്റ് മൈനസ് എ. ഓക്കെ, ആൻഡ് യു ഓഫ് എന്നിന്റെ ROC വരുന്നത് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ആണ്. എ റൈസ്ഡ് 1 യു ഓഫ് എൻ വരുന്ന സമയത്ത് എന്താവും? സെറ്റ് ബൈ സെറ്റ് മൈനസ് എ. ഇൻസ്റ്റെഡ് ഓഫ് 1 അവിടെ എന്ത് വരും? എ വരും. ഇവിടെ 1 ഇൻറ്റു യു ഓഫ് എൻ ആണ്, സോ സെറ്റ് ബൈ സെറ്റ് മൈനസ് 1. ഇവിടെ എ റൈസ്ഡ് n ഇൻറ്റു യു ഓഫ് എൻ ആണ്, സോ സെറ്റ് ബൈ സെറ്റ് മൈനസ് എ. ഓക്കെ, ദെൻ ഇറ്റ്സ് ROC എന്താണ്? മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ എ. ഓക്കെ, ദെൻ മൈനസ് എ റൈസ്ഡ് 1 യു ഓഫ് മൈനസ് എൻ മൈനസ് 1. ഓക്കെ, ഇതും നമ്മൾ ചെയ്തതാണ്. അതിന്റെ വരുന്നതും സെറ്റ് ബൈ സെറ്റ് മൈനസ് എ ആണ്. കണ്ട, രണ്ട് സീക്വൻസിനും എന്താണ്? സെയിം സെറ്റ് ട്രാൻസ്ഫോം ആണ്, സെറ്റ് ബൈ സെറ്റ് മൈനസ് എ ആണ്. ബട്ട് ദേ ആർ ഡിസ്റ്റിങ്ക്ട് ബൈ റെപ്രസെന്റിങ് ദർ ROC. ഓക്കെ, ഇതിന്റെ ROC നോക്കിയേ, മോഡ് സെറ്റ് ലെസ് ദാൻ എ ആണ്. ഓക്കെ, ആൻഡ് സൈൻ ഒമേഗ 0 n യു ഓഫ് എൻ അതിന്റെ സെറ്റ് ട്രാൻസ്ഫോം എന്താണ്? സെറ്റ് സൈൻ ഒമേഗ 0 ബൈ സെറ്റ് സ്ക്വയർ മൈനസ് 2z ഇൻറ്റു കോസ് ഒമേഗ 0 പ്ലസ് 1. ഇറ്റ്സ് ROC is mod set greater than 1 and cos omega 0 n into a raised u of n. Its set transform is set into set minus cos omega 0 divided by set square minus 2z cos omega 0 plus 1 and its ROC is mod set greater than 1. Okay, so ഈ ഒരു ടേബിള് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത ആ ന്യൂമറിക്കൽ ആൻസർ കിട്ടിയിട്ടുണ്ടോ? ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? യെസ് ഓർ നോ? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഓക്കെ, ആൻസർ എത്രയാ കിട്ടിയത്? ആൻസർ എത്രയാ കിട്ടിയത്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? വേറെ ആരും ചെയ്ത് നോക്കിയില്ല? അഞ്ജന, സെറ്റ് ബൈ 3, ഓക്കെ, ഡിവൈഡ് ബൈ സെറ്റ് മൈനസ് 1/3 സ്ക്വയർ അല്ലേ? ഹോൾ സ്ക്വയർ. ഓക്കെ, ആൻസർ കിട്ടിയിരിക്കുന്നത് സെറ്റ് ബൈ 3 ഇൻറ്റു സെറ്റ് മൈനസ് 1/3 ഹോൾ സ്ക്വയർ അല്ലേ? ഇങ്ങനെയല്ല ആൻസർ കിട്ടിയിരിക്കുന്നത്? യെസ്, റൈറ്റ്. അപ്പോൾ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. സിമ്പിൾ ആണ്. നമുക്ക് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് ദ സീക്വൻസ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു മൈനസ് എൻ 1/3 ഹോൾ റൈസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് 1. ഓക്കെ, ഇവിടെ നമുക്ക് കൺവല്യൂഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് രണ്ട് സിഗ്നൽസ് അല്ല ഇവിടെ ഉള്ളത്. യു ഓഫ് മൈനസ് എൻ മൈനസ് 1 എന്ന് പറയുന്ന ഒരു സിഗ്നലിന്റെ കൂടെ വരുന്ന കോഎഫിഷ്യൻ ടേം ആണ് മൈനസ് എൻ 1/3 ഹോൾ റൈസ് ടു എൻ. അതിന്റെ മുകളിൽ വരുന്ന ഓപ്പറേഷൻ ആണ് ഇത്, ഈ ടേം വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം?
ഈ ഒരു സിഗ്നലിനെ n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി അറിയാം. മൾട്ടിപ്ലൈ ഇൻ ദ ടേം ഇൻ ടൈം ഡൊമെയിൻ വിത്ത് n ഓർ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരിക? ഡിഫറൻസിയേഷൻ ആണ്. സെറ്റ് ഡൊമെയിനിലാണെങ്കിൽ ഡിഫറൻസിയേഷൻ ആണ് വരിക അല്ലേ? ആ പ്രോപ്പർട്ടി ഓർമ്മയില്ലേ? Okay, this property differentiation in set domain or multiplication by n in the time domain. Okay, അപ്പോൾ അതിൽ നമ്മൾ ടൈം ഡൊമെയിനിലുള്ള സീക്വൻസിനെ n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് സെറ്റ് ട്രാൻസ്ഫോം വിൽ ബി in differential form, that is minus z into d by dz of x of z. Okay, അപ്പോൾ അതാണ് അതിൻ്റെ ഇക്വേഷൻ. സോ അതേ അപ്രോച്ച് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, സോ വി ഹാവ് മൈനസ് n മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താണ്? ഒരു സിഗ്നലിനെയാണ്, ഒരു ടൈം ഡൊമൈനുള്ള സിഗ്നലിനെ മൈനസ് n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് സെറ്റ് ട്രാൻസ്ഫോം എന്തായിരിക്കും? മൈനസ് സെഡ് ഇൻറ്റു ഡി ബൈ ഡി സെഡ് ഓഫ് എക്സ് ഓഫ് സെഡ്. ഓക്കെ, സോ നമുക്കറിയാം -1/3 ഹോൾ റൈസ് ടു n ഇൻറ്റു യു ഓഫ് -n -1. ഇറ്റ് സെറ്റ് ട്രാൻസ്ഫോം വിൽ ബി ഈസ് ഈക്വൽ ടു വാട്ട്? സെഡ് ബൈ സെഡ് മൈനസ് 1/3. ഓക്കെ, ഇത് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ടേബിൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? മൈനസ് എ റൈസ് ടു n ഇൻറ്റു യു ഓഫ് -n -1. ഇറ്റ് സെറ്റ് ട്രാൻസ്ഫോം വിൽ ബി സെഡ് ബൈ സെഡ് മൈനസ് എ. ഇൻസ്റ്റെഡ് ഓഫ് എ റൈസ് ടു n in the question its value is 1/3 whole raised to n. So z by z minus 1/3. Okay, അങ്ങനെയാണ് വരുന്നത്. സോ എന്താണ്? ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് മൈനസ് എ റൈസ് ടു n u of -n -1. സോ ഇതിന്റെ സെറ്റ് ട്രാൻസ്ഫോം -1/3 ഹോൾ റൈസ് ടു n ഇൻറ്റു യു ഓഫ് -n -1 എന്ന് പറയുന്നതിന്റെ സെറ്റ് ട്രാൻസ്ഫോം എന്താണ്? സെറ്റ് ബൈ സെറ്റ് മൈനസ് 1/3 ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻ അല്ല, നമ്മളിവിടെ പ്രോപ്പർട്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. പ്രോപ്പർട്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ -n ഇൻറ്റു 1/3 ഹോൾ റൈസ് ടു n u ഓഫ് -n -1. ഓക്കെ, ഇറ്റ്സ് സെറ്റ് ട്രാൻസ്ഫോം വിൽ ബി ഈസ് ഈക്വൽ ടു -z ഇൻറ്റു ഡി ബൈ ഡി സെഡ് ഓഫ് എക്സ് ഓഫ് സെഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ടേമിൻ്റെ എക്സ് ഓഫ് സെഡ് നമുക്ക് അറിയാം എത്രയാണ്? സെഡ് ബൈ സെഡ് മൈനസ് 1/3 ആണ്. സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം? -z ഇൻറ്റു ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് 1/3 എന്ന് എഴുതാം. ഇനി സിമ്പിൾ ആണ്. -z ഡിഫറൻഷ്യൽ ഓഫ് ദിസ് ടേം എന്താണ്? സെഡ് ബൈ സെഡ് മൈനസ് 1/3 ആണ്. ഡിഫറൻഷ്യൽ ഓഫ് എ ഫ്രാക്ഷൻ നമ്പർ നമ്മൾ എങ്ങനെ എഴുതും? ഡിനോമിനേറ്റർ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ദ 1 സെക്കൻഡ്. ഓക്കെ, ഡിനോമിനേറ്റർ എന്താണ്? സെഡ് മൈനസ് 1/3 ആണ്. ഇറ്റ്സ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ന്യൂമറേറ്റർ ഡി സെഡ് ബൈ ഡി സെഡ് എന്താണ്? 1 ആണ്. സോ അത് എഴുതേണ്ട ആവശ്യമില്ല. ദാറ്റ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഡിനോമിനേറ്റർ, ദാറ്റ്സ് ഓൾസോ എന്താണ്? ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് മൈനസ് 1/3 എന്ന് പറയുന്നത് ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ്, ദാറ്റ് ഈസ് ഡി സെഡ് ബൈ ഡി സെഡ് മൈനസ് ആ ഒരു ടേം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ കോൺസ്റ്റന്റിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ 0 ആയി പോകും. അപ്പോൾ അവിടെ എന്താണ്? 1 വരും. അപ്പം സെഡ് ബൈ സെഡ് മൈനസ് 1/3 ഇൻറ്റു 1 മൈനസ് സെഡ് ഇൻറ്റു 1. ഓക്കെ, അങ്ങനെയാണ് വരിക. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ, സെഡ് മൈനസ് 1/3 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പം ഇതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ ഫൈനലി വി ക്യാൻ റൈറ്റ് സെഡ് ബൈ 3 ഇൻറ്റു സെഡ് മൈനസ് 1/3 ഹോൾ സ്ക്വയർ. സോ ദിസ് ഇസ് ദ ആൻസർ. ക്ലിയർ ആണോ? ഈ സെറ്റ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഹോൾ ആയിട്ടുള്ള ടേം ആണ്, അത് ബ്രാക്കറ്റ് ഇടാൻ വിട്ടുപോകരുത്. അപ്പൊ നമ്മൾ എന്താ ഇവിടെ ചെയ്തത്? ആക്ച്വലി ഇതിനെ നമ്മൾ ഇക്വേഷനൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു കോംപ്ലക്സ് ടേമിലേക്ക് പോകും, അത് സോൾവ് ചെയ്തെടുക്കാൻ ഡിഫിക്കൽട്ട് ആണ്. ബട്ട് നമുക്കിവിടെ നമ്മുടെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഡിഫറൻസിയേഷൻ ഇൻ സെറ്റ് ഡൊമെയിൻ എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് 2 സ്റ്റെപ്പിൽ ആൻസർ ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ ആ ഒരു പ്രോപ്പർട്ടി ഫസ്റ്റ് ഡിഫൈൻ ചെയ്യണേ. വി ക്യാൻ യൂസ് ഡിഫറൻസിയേഷൻ ഇൻ സെറ്റ് ഡൊമെയിൻ പ്രോപ്പർട്ടി. എന്നിട്ട് എന്താണ് ആ പ്രോപ്പർട്ടി എന്ന് എഴുതണം. ഓക്കെ, എന്നിട്ട് ഈ സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണ്? എഴുതിയെടുത്ത് കഴിഞ്ഞില്ലേ? ഓക്കെ, നെക്സ്റ്റ് ടേമിലേക്ക് കടക്കട്ടെ.
ഓക്കെ, ഈ സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? ഞാൻ വേഗം അങ്ങോട്ട് സ്കിപ്പ് ചെയ്തതാ. സിമ്പിൾ ആണ്. ഈ മൈനസ് സെഡ് ഇൻവേഴ്സ് കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? സെഡ് ബൈ മൈനസ് സെഡ്, ദാറ്റ് ഈസ് -1 minus z plus z by 3 and again +1. Okay, +1 and -1 will be cancelled, so z by 3 numerator varum, denominator in the z minus 1 by 3 whole square. Okay, so be clear on. Then next we have to discuss about inverse set transform. Okay, ലാപ്ലാസ് ട്രാൻസ്ഫോമിലും ഇതുപോലെ തന്നെയായിരുന്നു അല്ലേ? ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണെന്ന് പഠിച്ചു, അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കി, ന്യൂമറിക്കൽസ് നോക്കി, ദെൻ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിമിലർ മാനർ നൗ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം. ഓക്കെ, സോ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ ആണ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? എക്സ് ഓഫ് സെറ്റ്. ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ആണെങ്കിൽ എന്താണ് ഓപ്പറേഷൻ വരുന്നത്? സെറ്റ് ഡൊമെയിനിലുള്ള ഒരു സീക്വൻസിനെ അതിന്റെ കറസ്പോണ്ടിങ് ടൈം ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യാണ് അല്ലേ? സോ എക്സ് ഓഫ് സെറ്റ് ഇറ്റ്സ് ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം വിൽ ബി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ. ഓക്കെ, നമ്മളുടെ എക്സ് ഓഫ് എൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഓൾസോ റെപ്രസെന്റഡ് ബൈ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു സെറ്റ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഓഫ് സെറ്റ്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ റെപ്രസെന്റേഷനും പോസിബിൾ ആണ്. ഓക്കെ, ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോമിന് രണ്ട് റെപ്രസെന്റേഷനും പോസിബിൾ ആണ്. ആൻഡ് ദി ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ഈസ് x of n is equal to 1 by 2 pi j into closed integral ആണ്. ഓക്കെ, നമ്മൾ അവിടെ സെറ്റ് ട്രാൻസ്ഫോം എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സർക്കിളിന്റെ ഫോമിലാണ് അല്ലെ? സെറ്റ് പ്ലെയിനിൽ നമ്മളതൊരു സർക്കിൾ ഫോമിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ക്ലോസ്ഡ് ഇന്റഗ്രൽ എക്സ് ഓഫ് സെറ്റ് ഇൻറ്റു സെറ്റ് റൈസ് ടു n minus 1 ഇൻറ്റു ഡി സെറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇക്വേഷൻ. ബട്ട് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം എന്നില്ല. ഓക്കെ, നമ്മൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? ബൈ യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ്. ഓർമ്മയില്ലേ? അവിടെ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തത്. ഓക്കെ, നമ്മൾ അവിടെ ഇക്വേഷൻ വെച്ചിട്ടല്ല കണ്ടുപിടിച്ചിരുന്നത്. സോ നമുക്ക് ഇവിടെ എന്താണ്, ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദിസ് ഇക്വേഷൻ വി ക്യാൻ ഗോ ഫോർ അനദർ മെത്തേഡ്സ് ടു ഫൈൻഡ് ഔട്ട് ദ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം. ഓക്കെ, അത് കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഉണ്ട്. ഇക്വേഷൻ വെച്ച് പോവുകയാണെങ്കിൽ അതും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകും, നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, സംവാട്ട് ഡിഫിക്കൽട്ട് ആണ്. സോ ദർ ആർ ഇൻഡയറക്റ്റ് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ടു ഫൈൻഡ് ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം. ഓക്കെ, ഇൻഡയറക്റ്റ് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഉണ്ട്. ദേ ആർ, ഫസ്റ്റ് വൺ ഈസ് ദ പവർ സീരീസ് എക്സ്പാൻഷൻ ഓർ ലോങ് ഡിവിഷൻ മെത്തേഡ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ മെത്തേഡ്. Okay, but this is the equation for finding the inverse set transform, but instead of using that equation we can go for indirect shortcut methods to find the inverse set transform. Okay, and that methods are power series expansion or long division method, and the second one is partial fraction expansion method. Okay, but ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് അതിന്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഓക്കെ, അതിൽ സെറ്റ് ട്രാൻസ്ഫോമിലേക്ക് വരുമ്പോൾ ചെറിയൊരു ചേഞ്ചേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ മെത്തേഡ് നോക്കാം. ഓക്കെ, ഹൗ ടു ഫൈൻഡ് ദ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ മെത്തേഡ്. ഓക്കെ, പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ മെത്തേഡ്. സോ this method is very much similar to the approach of finding inverse Laplace transform for continuous time signals. Okay, but continuous time signals in the case laanengil namukku inverse Laplace transform kandupidikan use cheyna similar method thaneyanu ivide discrete time sequences in the case la inverse set transform kandupidikan use cheyna. Okay, so the only difference is that instead of obtaining partial fraction of x of z, we will find the partial fraction expansion of x of z by z. Okay, ഇതാണ് ആ ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച്. ഓക്കെ, സിമിലർ മാനർ ആണ്, ബട്ട് ഒറ്റ ഡിഫറൻസ് എന്താണുള്ളത്? നമ്മൾ എക്സ് ഓഫ് സെറ്റിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നതിനു പകരം എക്സ് ഓഫ് സെറ്റ് ബൈ സെറ്റിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് ചെയ്യുക. Okay, so after getting a partial fraction expansion, z is taken to the right hand side to get the standard form. So നമ്മൾ partial fraction ചെയ്യുന്ന സമയത്ത് മാത്രം ഇപ്പൊ x of z is equal to some equation, some ഒരു polynomial ഉണ്ടാവും, x of z is equal to ഒരു fraction equation ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ x of z ന്റെ partial fraction കാണുന്നതിന് പകരം ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി എക്സ് ഓഫ് സെറ്റ് ബൈ സെറ്റ് എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് വെക്കും. എക്സ് ഓഫ് സെറ്റ് ബൈ സെറ്റ് ഇസ് ഈക്വൽ ടു സംതിങ്. ഓക്കെ, എന്നിട്ട് അതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കുക.
ഓക്കെ. ആഫ്റ്റർ പാർഷ്യൽ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു, കോൺസ്റ്റന്റിന്റെ വാല്യൂസ് ഒക്കെ കിട്ടി, അത് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, എക്സ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതും. സോ ഇവിടെയുള്ള ഡിനോമിനേറ്ററിലെ സെഡിനെ നമ്മൾ എന്ത് ചെയ്യും, റൈറ്റ് സൈഡ് ഇക്വേഷന്റെ മുകളിലേക്ക് കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് ആ മെത്തേഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണെന്നുള്ള ഒരു ന്യൂമറിക്കൽ വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഇത്ര വരെ പറഞ്ഞത് ക്ലിയർ അല്ലേ? ആ 2 മെത്തേഡ്സ് ഉണ്ട്. അതിൽ സെക്കൻഡ് വൺ പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഈസ് സിമിലർ ടു ദ അപ്രോച്ച് ഓഫ് ഫൈൻഡിങ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫോർ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ്. Okay, but the only difference is that instead of finding the partial fraction of x of z, we are finding out the partial fraction expansion of x of z by z. Okay, so after getting the partial fraction expansion, the z is taken to the right hand side of the equation to get the standard form. Okay, ഇത്ര വരെ ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്കൊരു ന്യൂമറിക്കൽ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും. ഒരു ന്യൂമറിക്കൽ ഞാൻ ചെയ്തു തരും, നെക്സ്റ്റ് വൺ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഓക്കെ, ബിക്കോസ് നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറേ ചെയ്തതാണ്, ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ കേസിലൊക്കെ ചെയ്തതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതി എടുത്തോളൂ. ഫൈൻഡ് ദ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് find the inverse set transform of x of z is equal to z inverse divided by 3 minus 4 into z inverse plus z raised to minus 2. Okay, and before that നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വെക്കണേ, നമ്മുടെ ROCയുടെ കണ്ടീഷൻസ് ഒന്ന് നോക്കി വെക്കണേ. ROCയുടെ കണ്ടീഷൻസ് എങ്ങനെയായിരുന്നു? ഇഫ് ഇറ്റ് ഇസ് കോസൽ സീക്വൻസ് യു ഓഫ് n ആണെങ്കിൽ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ a ആണ്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് എൻ ആന്റി കോസൽ, ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സീക്വൻസസ് ആണെങ്കിൽ അതിന്റെ ROC എന്താണ് വരുന്നത്? ഇറ്റ് ഈസ് മോഡ് സെറ്റ് ലെസ് ദാൻ എ ആണ്. അത് ഓർമ്മിക്കണം. അപ്പം കോസൽ സിഗ്നൽസ് ആണെങ്കിൽ നമ്മൾ വരക്കുന്ന സർക്കിളിന്റെ ഔട്ട് സൈഡിലായിരിക്കും അതിന്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് വരുന്നത്. ആന്റി കോസൽ ആണെങ്കിൽ ഇൻസൈഡ് ആയിരിക്കും. ഓക്കെ, ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കണം. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു z inverse divided by 3 minus 4 z raised to minus 1 plus z raised to minus 2, where its ROC is given, that is mod z greater than 1. Okay, ROC given ആണ്, mod z greater than 1. Okay, അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഒരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്താണ് നമ്മുടെ ഗിവൺ എന്താണ്? എക്സ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ഇൻവേഴ്സ് ബൈ 3 മൈനസ് 4 സെഡ് ഇൻവേഴ്സ് പ്ലസ് സെഡ് റൈസ് ടു മൈനസ് 2. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ സെഡ് സ്ക്വയർ. ഓക്കെ, ബിക്കോസ് നമുക്ക് എക്സ് ഓഫ് സെഡ് ബൈ സെഡ് എന്നുള്ള ഫോമിലേക്ക് വരണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ സെഡ് സ്ക്വയർ. എന്തുകൊണ്ടാണ് സെഡ് സ്ക്വയർ എടുത്തത്? ഇവിടെ നോക്കുക, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നോക്കിയിട്ട് അതിന്റെ ഹയസ്റ്റ് പവർ വരുന്നത് ഏതാണെന്ന് നോക്കുക. ഓക്കെ, ഇവിടെ ഇപ്പൊ സെഡ് റൈസ് ടു മൈനസ് 2 അല്ലേ വരുന്നത്, അപ്പൊ 1 ബൈ സെഡ് സ്ക്വയർ ആവും. അപ്പൊ അതിന്റെ പവർ എന്ന് പറയുമ്പോൾ സ്ക്വയർ ആവുന്നത്. സോ അതാണ് സെഡ് സ്ക്വയർ എടുത്തത്. ഇനി ഡിനോമിനേറ്ററിൽ സെഡ് റൈസ് ടു മൈനസ് 3 വരികയാണെങ്കിൽ വി വിൽ മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ സെഡ് ക്യൂബ് ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറില്ല, അധികം സെഡ് സ്ക്വയറിന്റെ ടേം തന്നെയാണ് വരാറ്. സോ മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ ബൈ സെഡ് സ്ക്വയർ. ഓക്കെ, ബിക്കോസ് നമുക്ക് ന്യൂമറേറ്ററിൽ ഒരു സെഡ് എന്നുള്ള ടേം വേണം. ഇവിടെ ഇപ്പൊ എന്താ ഉള്ളത്? 1 ബൈ സെഡ് ആണുള്ളത്. ഓക്കെ, 1 ബൈ സെഡിനെ നമ്മൾ സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി വിൽ ഗെറ്റ് ഓൺലി 1. ഓക്കെ, സോ ന്യൂമറേറ്ററിൽ സെഡ് വരണമെങ്കിൽ വി ഷുഡ് മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് സെഡ് സ്ക്വയർ. ഓക്കെ, ആ ഒരു ടേം നോക്കിയാൽ മതി. സോ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. സോ വി ക്യാൻ റൈറ്റ് എക്സ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എന്താകും? Z inverse into Z square means Z വരും. Z divided by 3 into Z square minus 4 into Z plus 1.
Okay, denominator 3 into z square, 4 into z inverse by z inverse into z square പറയുമ്പോൾ z വരും പ്ലസ് z റൈസ് ടു -2 ഇൻറ്റു z സ്ക്വയർ പറയുമ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ക്യാൻസൽ ആയി 1 വരും. സോ ഇതാണ് എക്സ് ഓഫ് z കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി എന്തായിരുന്നു പറഞ്ഞത്? എക്സ് ഓഫ് z കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ ഒന്ന് നോക്കുക. ഡിനോമിനേറ്റർ ഒരു ക്വാഡ്രാറ്റിക് ഫോമിലാണുള്ളത്. ഓക്കെ, നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്തായിരുന്നു ചെയ്തിരുന്നത്? ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ കേസിലായിരുന്നെങ്കിൽ ഡിനോമിനേറ്ററിലുള്ള ക്വാഡ്രാറ്റിക് ഫോമിനെ നമ്മൾ ഫാക്ടേഴ്സ് ആക്കി സ്പ്ലിറ്റ് ചെയ്യും അല്ലേ? ഇതിനൊന്ന് ഫാക്ടേഴ്സ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയേ. സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുന്നേ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടുന്ന് ഡിനോമിനേറ്ററിൽ സെറ്റ് സ്ക്വയർ മാത്രം വരുന്ന രീതിയിൽ അതിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 3 ആണ്. സോ 3നെ പുറത്തെടുക്കുക. സോ സെറ്റ് സ്ക്വയർ മൈനസ് 4/3 സെറ്റ് പ്ലസ് 1/3 എന്ന് വരും ഡിനോമിനേറ്ററിൽ. ഓക്കെ, ഇനി ഈ 3 ഇൻറ്റു അത് അവിടെ വെച്ചേക്കൂ. സെറ്റ് സ്ക്വയർ മൈനസ് 4/3 സെറ്റ് പ്ലസ് 1/3 ഇതിനെ ഒന്ന് ഫാക്ടേഴ്സ് ആക്കി നോക്കിയേ. ഇതൊരു ക്വാഡ്രാറ്റിക് ടേം ആണ്. ഇതിനെ ഫാക്ടേഴ്സ് ആക്കി നോക്കിയേ, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് സ്ക്വയർ മൈനസ് 4/3 സെറ്റ് പ്ലസ് 1/3 അതിനെ ഒന്ന് ഫാക്ടേഴ്സ് ആക്കി നോക്കിയേ. കിട്ടിയോ? കിട്ടുന്നുണ്ടോ? സെറ്റ് മൈനസ് 1 ഇൻറ്റു സെറ്റ് മൈനസ് 1/3 നോക്കിയേ, അതിന്റെ ഫാക്ടർ അല്ലേ എന്ന്. ഇതെങ്ങനെ വരും? സെറ്റ് ഇൻറ്റു സെറ്റ് സെറ്റ് സ്ക്വയർ മൈനസ് സെറ്റ് ഇൻറ്റു 1/3 മൈനസ് സെറ്റ് പ്ലസ് 1/3. ഓക്കെ, ഇതിനാണെങ്കിൽ സെറ്റ് സ്ക്വയർ മൈനസ് സെറ്റ് കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ 1/3 പ്ലസ് 1 വരും പ്ലസ് 1/3. 1/3 പ്ലസ് 1 എത്രയാണ്? 4/3 ആണ്. സോ സെറ്റ് സ്ക്വയർ മൈനസ് 4/3 സെറ്റ് പ്ലസ് 1/3 അല്ലേ? ഇതിന്റെ ഫാക്ടേഴ്സ് ആക്കാൻ പറ്റില്ലേ? ഇതല്ലേ, ഈ ടേം തന്നെയല്ലേ നമുക്ക് ഇവിടെ ഡിനോമിനേറ്ററിലുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇത് നമുക്ക് ഫാക്ടേഴ്സ് ആക്കിയിട്ട് സെറ്റ് ഡിവൈഡഡ് ബൈ, ഓക്കെ ഇവിടെ എഴുതിക്കോളൂ, സെറ്റ് ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു സെറ്റ് മൈനസ് 1 ഇൻറ്റു സെറ്റ് മൈനസ് 1/3. ഇതൊക്കെ നിങ്ങൾ തന്നെ ഫാക്ടേഴ്സ് ആക്കി നോക്കണേ. നമുക്ക് ഈ കോഎഫിഷ്യന്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. സോ എക്സ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് ബൈ 3 ഇൻറ്റു സെറ്റ് മൈനസ് 1 ഇൻറ്റു സെറ്റ് മൈനസ് 1/3. ഓക്കെ, സോ നമുക്ക് പറഞ്ഞു ഇതിലെ ചേഞ്ച് എന്താ? ഇനിയിപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ആയിരുന്നെങ്കിൽ നമ്മൾ ഇത് ഡയറക്ട്ലി എന്ത് ചെയ്യും? ഇതിന്റെ എക്സ്പാൻഷൻ, പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ കണ്ടുപിടിക്കും. ബട്ട് സെറ്റ് ട്രാൻസ്ഫോമിന്റെ കേസിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് എക്സ് ഓഫ് സെറ്റ് ബൈ സെറ്റ്. ഓക്കെ, എക്സ് ഓഫ് സെറ്റ് ബൈ സെറ്റ് കണ്ടുപിടിക്കണം. സോ ഇവിടെയുള്ള സെറ്റ് ഡിനോമിനേറ്ററിൽ പോയി 1/3 ഇൻറ്റു സെറ്റ് മൈനസ് 1 ഇൻറ്റു സെറ്റ് മൈനസ് 1/3 എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിനൊന്നും കൂടി റീഅറേഞ്ച് ചെയ്തു 1/3 ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് 1 ഇൻറ്റു സെറ്റ് മൈനസ് 1/3 എന്ന് എഴുതാം. Okay, so x of z by z is equal to what? 1/3 divided by z minus 1 into z minus 1/3. Okay, ഇനി ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. ഈ ടേമിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചേ. നമ്മളിപ്പോൾ പറഞ്ഞു എന്താ? എക്സ് ഓഫ് സെറ്റ് ബൈ സെറ്റിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് നമുക്ക് അറിയുന്ന മെത്തേഡാണ്. കണ്ടുപിടിച്ച് പറഞ്ഞേ, വേഗം ആൻസർ പറഞ്ഞേ. x of z by z is equal to
1/3 divided by z minus 1 into z minus 1/3. Okay, that is equal to a divided by z minus 1 plus b divided by z minus 1/3 വരെ വരും. ഓക്കെ, ഇനി നമ്മൾ ഈ ഇക്വേഷനിൽ സെറ്റിന് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈൻഡ് ദ വാല്യൂസ് ഫോർ എ ആൻഡ് ബി. എന്നിട്ട് ആൻസർ പറഞ്ഞേ, എ എത്ര കിട്ടി, ബി എത്ര കിട്ടി എന്ന് ആൻസർ പറഞ്ഞേ. എത്ര കിട്ടിയത്? എ ഇസ് ഈക്വൽ ടു വാട്ട്, ബി ഇസ് ഈക്വൽ ടു വാട്ട്? Yes, right. A is equal to 1/2 and B is equal to minus 1/2. Yes, right. A is equal to 0.5 and B is equal to minus 0.5. So, നമുക്ക് എങ്ങനെ എഴുതാം? X of z is by z is equal to, instead of A എത്രയാ വരുന്നത്? 1/2 അല്ലേ? So, 1/2 divided by z minus 1 plus minus 1/2 divided by z minus 1/3. Okay. Then നമ്മൾ എന്ത് ചെയ്യുന്നു? പാർഷ്യൽ ഫ്രാക്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ? ദെൻ നമുക്ക് എക്സ് ഓഫ് സെഡ് മാത്രം വേണം. സോ എക്സ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്ററിലെ സെഡ് റൈറ്റ് സൈഡ് ഇക്വേഷൻസിന്റെ ന്യൂമറേറ്ററിലേക്ക് കൊടുക്കുന്നു. സോ 1/2 കോൺസ്റ്റന്റ് പുറത്തെടുക്കാം. സെഡ് ബൈ സെഡ് മൈനസ് 1 പ്ലസ് വേണ്ട മൈനസ് 1/2 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. കോൺസ്റ്റന്റ് ആണ്. സെഡ് ബൈ സെഡ് മൈനസ് 1/3. Okay, so 1/2 into z minus z by z minus 1 minus 1/2 into z by z minus 1/3. എഴുതി അല്ലേ? ഇനി നമുക്കറിയാം ഇതിന്റെ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ഡയറക്ട്ലി നമുക്കറിയാം. വാട്ട് ഈസ് ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് z by z minus 1? ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് z by z minus 1 എത്രയാണ്? ഇൻവേഴ്സ് ഓഫ് z by z minus 1 എത്രയാണ്? ഏത് ടേമിന്റെ സെറ്റ് ട്രാൻസ്ഫോം ആണ് z by z minus 1? ടേബിൾ നോക്കൂ. ഓക്കെ, z by z minus 1 എന്ന് പറയുന്നത് ഇറ്റ്സ് സെറ്റ് ട്രാൻസ്ഫോം, യെസ്, u ഓഫ് n ന്റെ ആണ്. ഓക്കെ, ആൻഡ് z by z minus a എന്ന് പറയുന്നത് a raised to n into u of n ന്റെ ആണ്. ഓക്കെ, സോ z ഇൻവേഴ്സ് ഓഫ് z by z minus 1 എന്ന് പറയുന്നത് 1 into u of n അല്ലെങ്കിൽ u of n. ഇനി വാട്ട് ഈസ് z ഇൻവേഴ്സ് ഓഫ് z by z minus 1/3? ഇൻസ്റ്റെഡ് ഓഫ് ഇവിടെ ശരിക്കും ആക്ച്വലി 1 into u of n ആണ് u of n വന്നത്. ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് 1 കോഎഫിഷ്യന്റ് എന്താണ്? 1/3 ഉണ്ട്. സോ 1/3. ഹിയർ 1 raised to n into u of n ആണ് u of n വന്നത്. ആൻഡ് ഹിയർ 1ന് പകരം എന്താണ്? 1/3 ഉണ്ട്. സോ 1/3 ഹോൾ റേസ് ടു n into u of n. ഓക്കെ, കിട്ടി അല്ലേ? ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, യു ഓഫ് എൻ തന്നെയാണോ അല്ലെങ്കിൽ യു ഓഫ് മൈനസ് എൻ ആണോ, കോസൽ ആണോ ആന്റി കോസൽ ആണോ എന്ന് അറിയില്ല. ബട്ട് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് ഇറ്റ്സ് ആർ ഒ സി ഈസ് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ? മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ്സ് എ റൈറ്റ് സൈഡഡ് സീക്വൻസ് ആയിരിക്കും അല്ലേ? ഇറ്റ്സ് എ കോസൽ സിഗ്നൽ ആയിരിക്കും.
ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പോൾസ് എടുക്കാൻ പറ്റും നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് എടുക്കാൻ പറ്റും ബൈ ടേക്കിംഗ് പോൾസ് അറ്റ് സെറ്റ് ഈസ് ഈക്വൽ ടു 1 ആൻഡ് സെറ്റ് ഈസ് ഈക്വൽ ടു 1/3. എന്നിട്ട് എന്താണ് ഇതിന്റെ RHS ഓൾറെഡി ഗിവൺ, ദാറ്റ് ഈസ് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ആണ്. എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബിക്കോസ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ബോത്ത് സീക്വൻസസ് ആർ റൈറ്റ് സൈഡഡ് സീക്വൻസസ്. സോ ഫൈനലി വി ക്യാൻ റൈറ്റ് x of n is equal to what? Z inverse of x of z. Okay, Z inverse of x of z ആണ് x of n. So x of n is equal to Z inverse of this much term 1/2 into z by z minus 1. Okay, minus 1/2 into z by z minus 1/3. Okay, this much terms. So that is equal to what? 1/2 constant. And what is z inverse of z by z minus 1? It is given, that is u of n. നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, തന്നതല്ല, നമ്മൾ കണ്ടുപിടിച്ചു. 1/2 ഇൻറ്റു യു ഓഫ് എൻ, അല്ലെങ്കിൽ അത് നമുക്ക് 1/n ഇൻറ്റു യു ഓഫ് എൻ എന്ന് എഴുതാം. ബട്ട് അതിൻ്റെ വാല്യൂ എന്താണ്? യു ഓഫ് എൻ മാത്രമാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് മൈനസ് 1/2 ഇൻറ്റു 1/3 ഹോൾ റേസ് ടു n ഇൻറ്റു യു ഓഫ് എൻ. So this is the final answer, x of n. It is a right-sided sequence. Both are right-sided sequence. Okay. Any question modes less than 1 ആയിരുന്നു തന്നതെങ്കിൽ എന്താണ്? at anticosal ആണ്. So both are left-sided sequences ആക്കും. So u of minus n ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ 1/2 u of minus n minus 1/2 1/3 whole raised to minus n into u of minus n. ആ രീതിയിൽ പോകും. Okay, ഇത് right-sided sequences ആണ്. മോഡ്സ് ഒരു ഗ്രേറ്റർ ദാൻ 1 ആണ് ROC തന്നത്. ഓക്കെ, ഇവിടെ ROC തന്നത് മോഡ്സ് ഒരു ഗ്രേറ്റർ ദാൻ 1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ u of n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ബോത്ത് ആർ റൈറ്റ് സൈഡഡ് സീക്വൻസസ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ടുള്ള ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന ആ ഒരു ടേം നിങ്ങൾക്ക് അറിയാമെങ്കിൽ സെറ്റ് ട്രാൻസ്ഫോം എളുപ്പമാണ്. എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ട്രാൻസ്ഫോമിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. സെറ്റ് ബൈ എന്നുള്ള ടേമിലേക്ക് മാറ്റണം. അതിന് ഏത് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ സെറ്റ് ഇൻവേഴ്സ് ആണ് ന്യൂമറേറ്റർ ഉള്ളത്. സോ വി ഷുഡ് മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് സെറ്റ് സ്ക്വയർ. അപ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ നമ്മൾ ന്യൂമറേറ്റർ ചെയ്യുവാണെങ്കിൽ അത് ഡിനോമിനേറ്ററിന് ചെയ്യണം. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈഡ് വിത്ത് സെറ്റ് സ്ക്വയർ ഒരു ഇക്വേഷൻ കിട്ടി. ദെൻ എന്ത് ചെയ്തു? അതിന്റെ ഡിനോമിനേറ്ററിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ടേമിലാണുള്ളത്, അതിനെ ഫാക്ടേഴ്സ് ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ എന്ത് ചെയ്തു? എക്സ് ഓഫ് സെറ്റ് ബൈ സെറ്റ് ഇസ് ഈക്വൽ ടു അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ദെൻ കിട്ടുന്ന ടേം എന്ന് വെച്ചാൽ എക്സ് ഓഫ് സെറ്റ് ബൈ സെറ്റ് ഇസ് ഈക്വൽ ടു 1/3 ഡിവൈഡ് ബൈ സെറ്റ് മൈനസ് 1 ഇൻറ്റു സെറ്റ് മൈനസ് 1/3 ആണ്. ഓക്കെ, ഈ ടേം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. സെറ്റ് ട്രാൻസ്ഫോമിന്റെ കേസിൽ എക്സ് ഓഫ് സെറ്റ് ബൈ സെറ്റിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് ചെയ്യുക. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ മതി. ഓക്കെ, അതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ കാണണമെങ്കിൽ ഡിനോമിനേറ്റർ 2 ടേംസ് ആണുള്ളത്. സോ നമുക്ക് 2 ഫാക്ടേഴ്സ് ആണുള്ളത്. 2 ടേംസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. a ബൈ സെറ്റ് മൈനസ് 1 പ്ലസ് b ബൈ സെറ്റ് മൈനസ് 1/3. ഓക്കെ, ദെൻ അതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ നോർമൽ മെത്തേഡ് തന്നെ നമ്മൾ അറിയുന്ന പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തത് ചെയ്യുക. ചെയ്തിട്ട് എന്ത് ചെയ്യുക? ചെയ്തിട്ട് ഈ ആൻസർ കിട്ടി, എ ഡി ബി ഡി വാല്യൂസ് കിട്ടി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു റൈറ്റ് എക്സ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു എന്നുള്ളൊരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ സെറ്റ് റൈറ്റ് സൈഡിലേക്ക് പോകും. അപ്പോൾ സെറ്റ് ബൈ സെറ്റ് മൈനസ് 1 ആൻഡ് സെറ്റ് ബൈ സെറ്റ് മൈനസ് 1/3 എന്ന് വരും. അതിൻ്റെ കൂടെ കോൺസ്റ്റന്റ് ടേംസ് ഉണ്ടാവും. പിന്നെ അതിന്റെ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം നമുക്ക് അറിയുന്നതാണ് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അതിന്റെ എക്സ് ഓഫ് എൻ കണ്ടുപിടിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ ടൈമിൽ ഈ ഒരു ഏരിയ ഇത്ര വരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ROC ഏതാണെന്ന് നോക്കണം. അത് ക്വസ്റ്റ്യനിൽ അധികവും തന്നിട്ടുണ്ടാവും. ചിലപ്പം സ്പെസിഫൈ ചെയ്യും മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ഓർ മോഡ് സെറ്റ് ലെസ് ദാൻ 1 സ്പെസിഫൈ ചെയ്യും. അല്ലെങ്കിൽ ദ സീക്വൻസസ് ആർ കോസൽ ഓർ ആന്റി കോസൽ എന്ന് പറയും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ അതിന്റെ യു ഓഫ് എന്നിന്റെ വാല്യൂ എടുക്കാൻ. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ഫൈനലി എഴുതുക ബോത്ത് ആർ റൈറ്റ് സൈഡ് സീക്വൻസസ്. സോ ഇതാണ് ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് എഴുതിയെടുത്തോളൂ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, പാർഷ്യൽ ഫ്രാക്ഷൻ കുറേ തവണ ചെയ്തതാ, അതാണ് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരുന്നത്. അത് ചെയ്തിട്ട് നാളെ എന്തായാലും അത് മസ്റ്റായിട്ട് നാളേക്ക് ചെയ്തു വരിക. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ.
Find the inverse set transform of set transform of x of z is equal to 8z minus 19 divided by z minus 2 into z minus 3. Okay, find the inverse set transform of x of z is equal to 8z minus 19 divided by z minus 2 into z minus 3. Okay, so ഇതിനെ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊന്ന് നോക്കുക. ഇവിടെ ഇപ്പം ഡിനോമിനേറ്ററിൽ ഫാക്ടേഴ്സ് ഓൾറെഡി ഗിവൺ ആണ്. ന്യൂമറേറ്ററിലാണെങ്കിൽ മൈനസ് 19 എന്നാണ് ഉള്ളത്. ഓക്കെ, ഒരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എക്സ് ഓഫ് സെഡ് ബൈ സെഡ് എന്നുള്ള ഫോം വേണം. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ സെഡ് അങ്ങ് ഡിനോമിനേറ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ 19 മൈനസ് സെഡ് എന്നൊക്കെ വരും. അപ്പൊ ന്യൂമറേറ്ററിൽ അഗെയിൻ സെഡ് ഇൻവേഴ്സ് വരും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഡയറക്ട്ലി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യുക, സെഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് സെഡ് ഇൻറ്റു 8z മൈനസ് 19 ഡിവൈഡഡ് ബൈ സെഡ് ഇൻറ്റു സെഡ് മൈനസ് 2 ഇൻറ്റു സെഡ് മൈനസ് 3 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിനെ മാറ്റാലോ. ഇനി ഇതിനെ മാറ്റിയിട്ട് എക്സ് ഓഫ് സെഡ് ബൈ സെഡ് ഇസ് ഈക്വൽ ടു വാട്ട്, 8z minus 19 divided by z into z minus 2 into z minus 3. ഓക്കെ, ബാക്കി സ്റ്റെപ്പുകളൊക്കെ ചെയ്യാൻ സിമ്പിൾ ആണ്. ഈ സ്റ്റെപ്പ് വരെ ഞാൻ പറഞ്ഞു തന്നു. ഇവിടെ ഡിനോമിനേറ്റർ ഓൾറെഡി ഫാക്ടേഴ്സ് ആയിട്ടുമാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, മസ്റ്റായിട്ട് നാളേക്ക് ചെയ്ത് വരാം. എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, ഞാൻ എല്ലാവരോടും നാളെ ആൻസർ ചോദിക്കും. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. പ്ലീസ് ഗിവ് യുവർ അറ്റൻഡൻസ്. റോൾ നമ്പർ 1